അലവിയാക്ക അവിടെ പെരുന്തല്ലി നിങ്ങളെ മക്കളും കുറെ ചെക്കന്മാരും കൂടി ഒരാള് പറഞ്ഞിട്ട് നിക്കണില്ല. എന്റെ റബ്ബേ, ഇതാണ് അലവിക്ക. നാട്ടിലുള്ളവർക്ക് കണ്ണിലുണ്ടിയും ചിലർക്ക് കണ്ണിലെ കരടുമായ സെക്കീറിന്റെയും സുക്കൂറിന്റെയും ഉപ്പ. അലവിക്ക നിങ്ങൾ പൊക്കോളി, കട നമ്മൾ നോക്കിയോളാം. ആ മക്കള് കാരണം ഈ അലവിയാക്ക. എവിടുന്നാ രാജു അടി നടക്കുന്നത്? കളിസ്ഥലത്തുനിന്നാ. എന്നാ ഇവൻ വിട്ടോ. ഓട്ടം കണ്ടപ്പോ ഞാൻ ചോടെ പഞ്ചായത്തായി. രാജു, എന്റെ മക്കളെടാ അവിടെ ഉണ്ട്. പടച്ചോനെ, ഇദ്ദേഹമാണ് അലിവാക്കയുടെ രണ്ടാൺമക്കളിൽ മൂത്തവനായ സക്കീർ. തുടക്കം തന്നെ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണും, അന്നം തരുന്ന സ്വന്തം ബാപ്പാന്റെ തലക്കിട്ട് തന്നെയാ മകന്റെ ഏറ്. നിങ്ങക്ക് എന്താ പറ്റിയേ? എനിക്കൊന്നും പറ്റില്ല ബാബ. ബാബയ്ക്ക് ഇവനാണ് ഷുക്കൂർ, അലിവാക്കയുടെ രണ്ടാമത്തെ മകൻ. സക്കീറിന്റെ അനിയനാണെങ്കിൽ കൂടി എല്ലാത്തിനും എടുത്തു ചാടുന്ന ഒരു പ്രകൃതക്കാരനാണ് ഇദ്ദേഹം. വേണ്ട ഷുക്കൂറെ, എന്നെ കൊല്ലല്ലേ. വേണ്ട ഷുക്കൂറെ, വേണ്ട. ആരും എന്നെ തടയണ്ട, ഇവനെ ഞാൻ കൊല്ലും. കല്ല് താഴെട് ഷുക്കൂറെ, താഴെട്. ഷുക്കൂറെ വാപ്പ പറയുന്ന കേക്ക്. ആരും ഒന്നും പറയണ്ട, ഇവനെ കൊന്ന് ഞാൻ ജയിലിൽ പോവും. കല്ല് താഴെട്. എന്റെ ഉപ്പ പറയണത് താഴെടാൻ. നിന്റെ അച്ഛനാ പറയുന്നത്, കത്തി താഴെടാ. ഓ, ഇനിയുള്ള ജീവിതം ഷുക്കൂർ എന്ന പിച്ചയാടാ. ഓ ഓടാ. ഈ ഡയലോഗ് എവിടെയോ കേട്ടിക്കല്ലോ. എടി പാത്തു പോത്തെ, എനിക്ക് ആ ബാത്റൂം ഒന്ന് കേകിട്ടാനെന്താ? കാര്യം സാധിക്കുന്നവർക്ക് അതൊക്കെ ചെയ്യാം. ഓ, ഇപ്പൊ അങ്ങനെ ആയില്ലേ? ആയി. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കെ, ഇനി എങ്ങാനും എന്നെ പാത്തോ പോത്തേന്ന് വിളിച്ചാലുണ്ടല്ലോ. ഇല്ല, ഇതോടെ നിർത്തി. ആ നോക്കിയാ, ജളിയാക്കാന്റെ വീട് വരെ പോയി പോര്. മരണ വീട് സന്ദർശിക്കുന്നത് നല്ലതാ. ആയിക്കോട്ടെ. പൈസ എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കേനി. ഓര് ചോദിക്കൂല, ഇജ്ജ് നോക്കേണ്ടി. അത് ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ തല അധികം അനക്കണ്ട. വയസ്സായ ബാപ്പയ്ക്ക് മക്കള് തന്ന സമ്മാനല്ലേ ഇപ്പം തലക്ക്. ഇനിയിപ്പൊ എവിടേക്കാണാവോ. പോത്ത് പോലുള്ള ആൺമക്കൾ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല വാപ്പാ. അല്ല, നിനക്ക് ക്ലാസ് പോകാനായില്ല മോളെ. എന്നാ വേഗം പോവാ നോക്ക്. എടാ ചിക്കൂറേ, പോര് ചിക്കൂറേ, ബാപ്പ പോയിക്കുന്നു. നിങ്ങളെ കളി ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. കളിച്ച് കളിച്ച് ബാപ്പാന്റെ തല എറിഞ്ഞ് പൊട്ടിക്കാൻ മാത്രായാ. എന്റെ കതീഷുമ്മ, ബാപ്പാന്റെ തലക്ക് നിങ്ങൾ എറിയോ? ഞങ്ങൾക്ക് അന്നം തരുന്ന തലല്ലേ. ആരോ എറിഞ്ഞ കല്ല് ബാപ്പ തലോണ്ട് തടുത്തതാ. ബാപ്പ അങ്ങോട്ട് വന്നില്ലെങ്കില് ബാപ്പാക്ക് ഏറുകൊള്ളൂലായിരുന്നു. എനിക്കൊന്നും കേക്കണ്ട. ഏതായാലും ബാപ്പാന്റെ തല എറിഞ്ഞ് പൊട്ടിക്കല്ലോ. എടി പാത്തു, അന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ രാവിലെ തന്നെ ചൂലായിട്ട് മുമ്പിൽ ഇങ്ങനെ നിൽക്കരുതെന്ന്. പോത്ത് പാത്തു, ഇവിടുന്ന് ആ അലിയേ, ഒന്ന് നിന്നേ. എന്തേ അബു? ഇതാരാണ് എന്നല്ലേ? അലിവിയാക്കയുടെ ഒറ്റ സുഹൃത്ത്. പേര് അബൂബക്കർ, ക്ഷമിക്കണം, അബുഹാജി. ഇദ്ദേഹം അജ്ജെല്ലാം ചെയ്ത വ്യക്തിയാണ്. അപ്പോ എല്ലാവരും വിളിക്കുന്ന പേര് അബുഹാജി എന്നാണ്. മതത്തിന്റെ പേരും പറഞ്ഞ് ഒരുപാട് ഗ്രൂപ്പുകളുള്ള ഈ കാലഘട്ടത്തിൽ ഒരു ഗ്രൂപ്പിന്റെ നേതാവാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് എന്താ പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. കാര്യായിട്ടൊന്നുമില്ല. ഈ നമ്മളെ മഹലിലെ പ്രശ്നം വല്ലതും അറിഞ്ഞോ? ഗ്രൂപ്പ് പ്രശ്നല്ലേ, അതല്ലാണ്ട് വേറെന്തെങ്കിലും? അത് തന്നെ. നമ്മള് പണ്ടേ ഒരുമിച്ച് പോകുന്നവരല്ലേ. പുത്തൻമണക്കാരായ കേപ്പിക്കാരുടെ മുന്നിൽ ഞമ്മള് തോറ്റു കൊടുക്കണോ? എന്റെ അബു, രണ്ട് കൂട്ടരും ഇങ്ങനെ തോൽക്കും തോൽക്കൂല ഇങ്ങനെ പറഞ്ഞിട്ട് പള്ളി പൂട്ടിപ്പോവും.
നമ്മളെ മഹല് പൂട്ടിക്കണോ? ആ അല്ല അതും ശരിയാണ്. അല്ല നിന്റെ തലയിൽ എന്തായി കെട്ട്? അത് അല്ല, എനക്ക് ഈ വീട് ആരുണ്ടാക്കി തന്നതാ? ഇതോ അനക്ക് എന്നാ പിന്നെ ഓളോടുള്ള ഇഷ്ടം ഒരു പാട്ടാക്കി എന്നോട് പാട്. അത് കേട്ട് ഓളൻ ശരിക്കും പ്രേമിക്കട്ടെ. ഈ സിനിമയിലൊക്കെ അല്ല പോലെ. എന്തേ ശരിയാ, പക്ഷേ കുഴപ്പാവോ? എന്ത് കുഴപ്പോ? എന്താ അന്തം വിട്ട് നിൽക്കുന്നേ? ഇവനൊന്ന് വിളിച്ചൂടായിരുന്നു. വെറുതെ അല്ല, നിന്നെ ഒന്ന് കാണാൻ വേണ്ടിട്ടാ. ഓ, രണ്ടാളുണ്ടല്ലോ. അതെ, ഇവന് പ്രേമം. ആരോട്? നിന്നോട്. അല്ലാതെ ആരോടാ? കുറച്ച് ദിവസം ഇവൻ കാര്യം പറയണമെന്ന് വെച്ച് കാത്തിരിക്കുന്നു. ഇയാൾക്കൊന്നും പറയാനില്ലേ? അതെ, ഇവന് നാണം. നിന്നോടുള്ള സ്നേഹം കാരണം ഇവന് നാവ് പൊന്തുന്നില്ല. അത് ശരി. അല്ല, ഒന്നും പറഞ്ഞില്ല. പ്രേമിക്കാൻ നടക്കുന്നതിന് മുമ്പേ രണ്ടാളും ജീവിക്കാൻ പഠിക്കും. ഒരു ജോലിയും കൂലിയില്ലാത്ത നിങ്ങളാ ഏത് പെണ്ണ പ്രേമിക്കുക, ഏത് പെണ്ണ ജീവിക്കാൻ വരിക? ആദ്യം വയസ്സായ ബാപ്പനെ സഹായിക്കാൻ നോക്ക്. ആണാണെന്ന് പറഞ്ഞ് നടക്കുക രണ്ടെണ്ണു. എന്താടാ എന്താടാ അവള് പറഞ്ഞേ? ഒന്നുമില്ലടാ. എന്നെ ഇഷ്ടാനായിരിക്കല്ലേ? ഒന്ന് പോടാ. ഇഷ്ടാണ് പോലും. ആദ്യം ജീവിക്കാൻ പഠിക്കും, പിന്നെ മതി സ്നേഹിക്കാനും പ്രേമിക്കാനും നടക്കല്. നീ എന്താ ഇങ്ങനെ പറയുന്നത്? ഞാനല്ല, ഓള് പറഞ്ഞതാ. ഓള് പോട്ടെ, ഈ വാ. എന്നാലും അവൾ അങ്ങനെ പറഞ്ഞടാ, എന്നെ ഇഷ്ടല്ല. അവളെ വിട്, നമ്മക്ക് വേറെ നോക്കടാ. വേറെ നല്ല പെണ്ണിനെ കിട്ടടാ. ഈ വാടാ. ആ നിർത്ത് 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 വണ്ടി നിർത്ത് മക്കളെ. ഒന്നുമില്ല, നിങ്ങൾ അസറിന് പള്ളിയിൽ വരണം. എന്തിനാ? ഞങ്ങളങ്ങനെ പള്ളിയിലൊന്നും വരാറില്ല എന്നറിഞ്ഞൂടെ? അറിയാം, എന്നാലും നമ്മളെ ഭാഗത്തുനിന്ന് സംസാരിക്കാൻ ആരെങ്കിലും വേണ്ടേ? നീ വേഗം വണ്ടി വിടും. ഓ, അതാണോ? ആജിക്ക ചെല്ലി. ഇവരേത് ഗ്രൂപ്പാണാവോ? ആടെ നിക്കടി, നല്ലോണം ഒയ്യട്ടെ. കല്ലിച്ചിക്ക് മതി മതി മതി. ഇവിടെ കാലിനെന്തേ? പോകുന്ന വഴിക്ക് കല്ല് തട്ടി വീണതാ. വേദന ഉണ്ടോലെ? തൈലം പറ്റിയ മാറൂ. താഴെ നോക്കി നടക്കണം പോത്തെ, എന്നാ വീഴൂല. ഈ പറയുന്നവരാരും വീഴാറില്ലല്ലോ. നല്ല മക്കളല്ലേ, നാട്ടിലെ സൽസ്വഭാവികളായ മക്കളും. കുറച്ച് തൈലോൾ അണ്ണാക്കിലേക്കാട്ടോ ഒഴിച്ചു കൊടുക്കി. ആ നാവിട്ട് നീട്ടൊന്ന് കുറയട്ടെ. നിങ്ങളിനി തുടങ്ങി കീരിയും പാമ്പും പോലെ. ഒന്നും മിണ്ടാതിരിടി. അടുക്കളയിൽ എന്തുണ്ടോ തിന്നാ? വിശന്നിട്ട് വയ്യ. കോഴി ബിരിയാണിയും പോത്ത് പറ്റിയതും അയക്കൂറ പൊരിച്ചതും എന്തേ മതിയോ? അതൊരാക്കലാണല്ലോ. നമ്മുടെ കതീശം അതും പഠിച്ചോ? നിങ്ങളെല്ലാം കൂടി തീറ്റി പോറ്റിട്ട് ഒരു കാര്യം ഇല്ലാന്നും കൂടി പഠിച്ച്. നീ വാ, മാറി നിനക്ക് പോത്തെ, മൂക്കറിടാനേ. ഓ, തിന്നാനായിട്ട് വരും. പന പോലെ വളർന്നിട്ട് പോറ്റിയവർക്ക് ഒരു കാര്യം ഇല്ലാണ്ട് നടക്കൂ. ആ വയസ്സായ ബാപ്പാനൊന്ന് സഹായിച്ചൂടെ? കെട്ടിക്കാൻ പ്രായമായ പെങ്ങളുണ്ടെന്ന് ഒരു ഓർമ്മയില്ല. ഒന്നും മിണ്ടാതിരിക്കും ഉമ്മ. എപ്പോഴും ഒരു കുറ്റപ്പെടുത്തല്. ആ, ആൺകുട്ടികൾ വളർന്നാല് വീട്ടിനൊരു തണലാണോ? അല്ലാണ്ട് ഇവരെ പോലെ ഒരു ഗുണവും ഇല്ലാണ്ട്. എന്തായാലും ചീത്തപ്പേരൊന്നും കേൾപ്പിച്ചില്ലല്ലോ എന്റെ ഇക്കാക്കമാര്. അതും നല്ലതല്ലേ. ബിരിയാണിയിൽ ഉപ്പത്തിരി കുറവാ. അതിനെന്താ, പോത്ത് വരട്ടിയാൽ നല്ല ഉപ്പുണ്ടല്ലോ. എന്താ കതീഷുമ്മ, പാചകമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ? ഇപ്പൊ നിങ്ങള് മൂന്നാളും ഒന്നായി. കളിയാക്കിക്കോ. ബാപ്പ കൊണ്ടുവരുന്നുണ്ട്, കഞ്ഞെങ്കിലും വെച്ച് കുടിക്കുന്നു. കതീശമ്മ പറഞ്ഞതേ ഉള്ളൂ. ഇതാ വരുന്നു നിങ്ങളുടെ മഹാരൻ. ബാപ്പ വരുന്നു. എന്താ മോളെ പറ്റിയത്? ആരാ എന്നെ തടഞ്ഞ് ശല്യം ചെയ്തത്? എന്താ മോളെ ബാപ്പ പറയുന്നേ? ഇജ്ജ് വീണതല്ലേ? അത് പിന്നെ അത് പറയടി. ഞാൻ വരുന്ന വഴിക്ക് അയാളും ഉണ്ടാവും ഇഷ്ടാന്നും പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇഷ്ടമില്ലാന്ന് പറഞ്ഞപ്പോ എന്റെ കൈ കയറി പിടിച്ച് ഞാൻ ഓടി. അപ്പോഴാ വീണ. അതാരാന്ന് പറയടി. തടത്തിലെ ജബ്ബാറ്. വാടാ മക്കളെ വേണ്ട, ബാപ്പ ചോദിച്ചോളൂ. പടച്ചോനെ കാക്കണേ. എന്താടോ ജബ്ബാറേ,
ഒന്ന് ഇറങ്ങിക്ക. എന്താ പ്രശ്നം? ആ, നീ ഫാത്തിമയെ തടഞ്ഞിർത്തി എന്തിനാ? അതവള് പറഞ്ഞില്ലേ? പറഞ്ഞ് അവൾക്ക് ഇഷ്ടല്ലാന്ന് പറഞ്ഞിട്ടോ നീ എന്തിനാടാ അവളുടെ പിന്നാലെ നടക്കണേ? കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരുണ്ടായാലേ പിന്നാലെ ആമ്പിള്ളാരും ഉണ്ടാവും. അതെ, നാട്ടു നടപ്പാ. എന്താ എന്താ പറയാ പ്രശ്നം? ഒന്നുമില്ല. എന്താടാ ഈ പൊക്കോ നീ പറ, പൊക്കോ. എന്താ പ്രശ്നം പറ. നീ വീട്ടിൽ പൊക്കോ, ഒരു പ്രശ്നമില്ല. ഇവര് രണ്ടാളല്ലേ, അത് ഞാൻ ഏറ്റ്. പൊക്കോ, ഞങ്ങളൊക്കെ ക്ഷമിച്ചിരിക്കുന്നു. ഓടാ, ഇനി എന്നെ തല്ലാൻ കിട്ടൂല. ആ വായക്ക് എന്ത് പറ്റി? അറിയൂല. കൊലച്ച വായ ആൾക്കാരെ കണ്ണ് പറ്റിയതാവും. എന്നിട്ട് പറ്റിയ കണ്ണൊന്നും കാണുന്നില്ലല്ലോ. ഈ വാഴ കാറ്റത്ത് വീണതാ, അല്ലാതെ. കണ്ണ് പറ്റാതിരിക്കാൻ ഒരു കോലം വെക്കാൻ പറഞ്ഞ കേൾക്കൂല. ഓരോന്നായി നശിക്കുമ്പോ അറിഞ്ഞോളൂ. എന്തിനാ അപ്പ ഇങ്ങോട്ട് വന്നത്? ഒരു പണിയില്ല എനിക്കവിടെ. അല്ല, എന്റെ പുന്നാര മക്കൾ അവിടെ എന്താക്കുക? എന്റെ വിധി അല്ലാണ്ട് എന്ത് പറയാനാ? അവരെ നമുക്ക് പുത്തൂര് തങ്ങളെന്ന് കാണിച്ചാലോ? നന്നാവുമെങ്കിൽ നന്നായിക്കോട്ടെ. അപ്പൊ നന്നാവും എനക്ക് ഉറപ്പില്ല അല്ലേ? അല്ല പിന്നെ അതുകൊണ്ടല്ല, എന്നാലും നമ്മളെ സമാധാനത്തിന്. പടച്ചോ നോക്കിയിട്ട് നന്നാവാത്തോര് തങ്ങള് നോക്കിയാ നന്നാവോ ഖദീജ? പെറ്റ വയറിന്റെ വേദന ഇങ്ങക്കറിയൂല. ഓരോരുത്തർ ഓരോന്ന് പറയുമ്പോ എന്റെ മനസ്സ് നീറുക. ഇങ്ങളും കൂടി പറയുമ്പോ എന്തിനാ ഖദീജ കരയണേ? എന്റെ ഗതികേടാ ഞാൻ പറഞ്ഞേ. ആൺകുട്ടികളുണ്ടായ ഏത് ബാപ്പയ്ക്കും സമാധാനം ഉണ്ടാവും. വയസ്സാം കാലത്ത് ഒരു തണലാന്ന് വിചാരിച്ച് സ്വപ്നം കാണും. ഇവരുടെ കാര്യത്തില് നമ്മൾ എന്താ ചെയ്യേണ്ടത്, എന്താ കാണേണ്ടത്? ഞമ്മക്കൊരെത്തും പിടിയും കിട്ടണില്ല. അതാ പറഞ്ഞ് ആ തങ്ങളെടുത്തൊന്ന് കൊണ്ടുപോവേ. എന്റെ പ്രതീക്ഷ അതാണെങ്കിൽ അതും കൂടി നോക്കാം. എന്തേ? മോളെ, നമ്മളെ സക്കീർ സുക്കൂർ അവിടെ പോയി. അറിയൂലപ്പാ, എന്തോ കാണാൻ പോവാന്ന് പറഞ്ഞ. എന്ത് കാണാൻ? അതിപ്പോ ഓളോട് പറയോ? നിങ്ങളെ പൈസ പോയിന്ന് നോക്കി. ആ ഉമ്മ വാപ്പ അടയ്ക്ക് വിറ്റോന്ന് ചോദിച്ചേന്നു. എന്നിട്ട് നീ എന്ത് പറഞ്ഞേ? വിറ്റെന്ന് പറഞ്ഞ്. ഖദീസ, അടക്ക വിറ്റ പൈസ മുഴുവൻ ഓല് കൊണ്ടുപോയി. എന്റെ പടച്ചോനെ. താരകം വാണിടുന്നൊരു കൂടാരം, താഴെ താഴെ മാനവർ താമസിക്കും തായ്വാരം. ഈ തായ്വാരം എന്ന് പൂത്തിടും സ്വപ്നം നിറയുമ്പോൾ, ഈ മോഹങ്ങൾ എന്നും തേടിടും ആനന്ദമുണരുമ്പോൾ. ഓഹോ,
കൂടാരം താഴെ താഴെ മാനവർ താമസിക്കും താഴ്വാരം. കണ്ണിൽ കാണും കാഴ്ചകൾ കണ്ട് നഗരം ചുറ്റുമ്പോൾ കനവിൽ കണ്ടൊരു സുന്ദരി നീയൻ സ്നേഹം നൽകിടുമോ? കണ്ണിൽ കാണും കാഴ്ചകൾ കണ്ട് നഗരം ചുറ്റുമ്പോൾ കനവിൽ കണ്ടൊരു സുന്ദരി നീയൻ സ്നേഹം നൽകിടുമോ? സുഖങ്ങൾ തേടും യൗവനമേ സ്നേഹം മായരുതേ, സ്വർഗം പോൽ വളർന്നൊരു ഭൂമി കണ്ട് കൊതിക്കരുതേ. ഇത് മായ വെറുമായ മരണം വന്നാൽ തീരും. ഇത് മായ വെറുമായ മരണം വന്നാൽ തീരും. ബീച്ചും ആളുകളാലെ നഗരം മിന്നുമ്പോൾ പ്രണയം നൽകിയ കാമിനിയാളെ നിന്നെ തേടുന്നു. പാർക്കും ബീച്ചും ആളുകളാലെ നഗരം മിന്നുമ്പോൾ പ്രണയം നൽകിയ കാമിനിയാളെ നിന്നെ തേടുന്നു. കാണാനേറെ കാഴ്ചകളാലെ കാലം മാറുമ്പോൾ കണ്ടത് സ്വന്തമാക്കാനായി ഉള്ളം തേടുന്നു. ഇത് മായ വെറുമായ മരണം വന്നാൽ തീരും. ഇത് മായ വെറുമായ മരണം വന്നാൽ തീരും. മേലെ മേലെ താരകം വാണിടുന്നൊരു കൂടാരം താഴെ താഴെ മാനവർ താമസിക്കും താഴ്വാരം. ഈ താഴ്വാരം എന്ന് പൂത്തിടും സ്വപ്നം നിറയുമ്പോൾ ഈ മോഹങ്ങൾ എന്നും തേടിടും ആനന്ദമുണരുമ്പോൾ. മേലെ മേലെ താരകം വാണിടുന്നൊരു കൂടാരം താഴെ താഴെ മാനവർ താമസിക്കും താഴ്വാരം. എന്താണ്ടായത്? ഇങ്ങനൊക്കെ നടന്നിട്ട് എന്താ കാര്യം? നിങ്ങളൊക്കെ ഇത്രയും പൊക്കത്തിൽ വളർത്തില്ല അയാൾ. അതിനെക്കുറിച്ച് വല്ല ചിന്തയുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ആ മനുഷ്യൻ കഷ്ടപ്പെടുന്ന കാണുന്നില്ല നിങ്ങൾ? എല്ലാ കാലത്തും ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കാൻ വിചാരം? എന്നോട് കൂടെ പറഞ്ഞേ, ഏതെങ്കിലും ഒന്ന് നന്നതിനെങ്കിൽ ഉപകാരത്തിന് പരസ്പരം ഉപദേശിച്ച് നന്നാക്കായിരുന്നു. പോത്തുപോലെ വളർന്നില്ല രണ്ടെണ്ണം. ഒന്ന് കണ്ണാടി പോയേക്ക്. മീശയും താടിയൊക്കെ വെച്ച് നടക്കുക. ഒരാളിങ്ങനെ അധ്വാനിക്കുക, നിങ്ങളിങ്ങനെ തിന്നാൻ മുടിപ്പിക്കുക. ആ മനുഷ്യനെ എത്ര കഷ്ടപ്പെട്ടാണ് നിങ്ങളെ വളർത്തി? എന്നാ ബാപ്പാനൊന്ന് സഹായിച്ചൂടെ? ഉത്തരവാദിത്തം എന്ന് പറയുന്ന സാധനം പ്രായത്തിൻ്റെ പക്വതയ്ക്ക് അനുസരിച്ച് ഉണ്ടാവേണ്ടതാണ്. അതൊന്നും ആരും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. സ്വയം ചിന്തിച്ച് മനസ്സിലാക്കേണ്ട പ്രായമായി നിനക്കൊക്കെ. ഒന്ന് തിരുത്തി ജീവിക്കാൻ നോക്ക്. അല്ല പിന്നെ ഞാൻ വിചാരിച്ച് ഓൻ്റെ സ്ലോ മോഷനിൽ നടത്താൻ കണ്ടപ്പോൾ നമ്മളന്ന് തച്ചേന് പകരം ചോദിക്കാൻ വന്നു. ഒരു ഉപദേശം പിന്നെ പോയി പണി നോക്കാൻ പറയും. അൽവിക്ക് നിങ്ങൾ മക്കൾ തച്ച ജബ്ബാറിൻ്റെയല്ലോ. ഓൻ ഗൾഫ് പോയി. അതുകൊണ്ട് ഓനെങ്കിലും നന്നായി. സെക്യൂറും സുക്കൂറും എന്തായാലും നന്നാവില്ല.
അത് ഇനിയാണോ തീരുമാനിക്കുന്നത്? സെക്കീറും സുക്കൂറും ഇതുവരെ ഒരു ചീത്തപ്പേരും കേൾപ്പിച്ചിട്ടില്ല. പെണ്ണ് കേസിനും മോഷണ കേസിനും പ്രതികളും അല്ല. അതൊക്കെ ശരി. എന്നാലും അവര് തല്ലുകൂടിയിട്ടുണ്ടെങ്കിൽ അത് ന്യായത്തിനാ, അല്ലാതെ വെറുതെ ആരെങ്കിലും തച്ചിട്ടില്ല. അലുവേ, എന്തൊക്കെ ഉണ്ടടാ വിശേഷങ്ങള്? എന്ത് വിശേഷം? ആൺകുട്ടികൾ ഉണ്ടായ കൂടുതൽ ശ്രദ്ധിക്കണം. ഓരോ കാര്യത്തിലാ എനിക്ക് പേടി. അതൊന്നും സാരല്ലടോ. ഒരു നല്ല കുട്ടികളാണ്. ഈ ആൾക്കാർ പറയുന്ന ഒന്നും ജി കേൾക്കണ്ട. ഓരങ്ങനെ പലതും പറയും. സ്വന്തം മക്കളെ പറ്റി ആൾക്കാർ മോശപ്പെട്ട കാര്യം പറഞ്ഞ ഏത് ബാപ്പയ്ക്കാ സഹിക്കുക? ഓല പ്രവൃത്തി അങ്ങനെ തന്നെയാണല്ല. കൊന്തം ഈ ഇങ്ങനെ പേടിച്ചാലോ? ഓര് നന്നാവും, നോക്കിക്കോ. ഒരു നല്ല വാക്ക് ആരെങ്കിലും പറഞ്ഞു കേട്ടണമെങ്കിൽ, അല്ലാതെ അടിപിടി കൂടി നടന്നാൽ എങ്ങനെയാ? പ്രായത്തിന്റെ ഇത്തിരി എടുത്തുചാട്ടുണ്ട്, അത് ശരിയാ. എന്നാലും ഒരു വൃത്തികെട്ട വൈക്കൊന്നും പോയിട്ടില്ലല്ലോ. മനസ്സ് നല്ലതാടോ. നന്നായാ മതിയേനു. ഡേ പാത്തു, പോത്തെ, നീ ഇന്നലെ എന്റെ ഒരു ഷർട്ട് അലക്കി ബട്ടൺ പൊട്ടിച്ചില്ലേ? എടി കഴുതേ, മരക്കഴുതേ, ഇതൊക്കെ ഒന്ന് നോക്കി ചെയ്തൂടെ? പിശാജിന്റെ പുസ്തകം വായിച്ചിരിക്കുന്ന പിശാജ്. എന്താടി എന്റെ ചെവിയില് പറഞ്ഞോന്ന് ഈ കേൾക്കുന്നില്ലേ? പൊട്ടം കളിക്കാടി പൊട്ടി, പുസ്തക ഭ്രാന്തി. ഉമ്മ, ഉപ്പറഞ്ഞ പ്രശ്നാവൂലേ? എങ്ങനെ പറയാ? ഉപ്പ അറിയുന്ന നല്ല പ്രശ്നോ. സുക്കൂറും സെക്യൂറും അറിഞ്ഞതാ. ഇനി എന്തൊക്കെ നടക്കാവോ? പടച്ചോൻ കാക്കട്ടെ. ഇതാ ഉപ്പ വരുന്നുണ്ട്. എന്താ രണ്ടാളും പതിവില്ലാണ്ടേ ഇവിടെ കുത്തിരിക്കണത്? നമ്മളെ കുറച്ച് വായ വീണോയി. എന്താക്കും ഞമ്മള്? ഞാൻ അറിഞ്ഞു. എന്താക്കാനാ? മരക്കാര പശു കയറും പൊട്ടിച്ചോടിയതാ. അയിന് മരക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ പശു അതൊരു മിണ്ടാപ്രാണിയല്ലേ? അപ്പൊ ഉപ്പ അറിഞ്ഞല്ലേ? മരക്കാരെ മോൻ വന്ന് പറഞ്ഞതാ. പോയത് പോയി, ഇനി പറഞ്ഞിട്ടുന്ന കാര്യം? 8-10 വാഴ വീണിക്കണ്. സംഗതി അറിഞ്ഞതും സെക്യൂറും സുക്കൂറും ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കണ്. പടച്ചോനെ, എങ്ങട്ട്? എനിക്കറിയില്ല എന്റെ റബ്ബേ. അവരതാ വരുന്നുണ്ട്. ഇതാ ബാപ്പാ നഷ്ടപരിഹാരം. ഇതെവിടുന്നടാ? നഷ്ടപ്പെട്ട 15 വായ്ക്ക് മരക്കാര് തന്നതാ. മരക്കാര് തന്നതോ അതോ നിങ്ങൾ വാങ്ങിയതോ? ചോദിച്ചപ്പോ ആദ്യം തന്നില്ല, പിന്നെ ഒന്ന് വരട്ടി, അപ്പൊ തന്നു. 15 വായ്ക്ക് 4000 രൂപ. ഞങ്ങളെ കൊണ്ട് ഉപകാരല്ലാന്ന് നീ പറയത്. ഇതാ ബാപ്പാ 3000 ഉറുപ്പ്യുണ്ട്. അപ്പൊ 4000 വാങ്ങിയെന്ന് പറഞ്ഞിട്ട്? അത് ബാക്കി ഞങ്ങളുടെ ചെലവിന്. ഈ പണം ഹറാമാ. ഇത് വാങ്ങാൻ നിങ്ങളോട് ആരാ പറഞ്ഞേ? നഷ്ടപരിഹാരം വാങ്ങി വന്നിക്കണ്. നഷ്ടപ്പെട്ടതേ എന്റെ ബായല്ലേ. ഞാൻ പോറ്റി വളർത്തിയ 2 ആമക്കളും എനിക്കിപ്പോ നഷ്ടം തന്നെ. അതിന്റെ നഷ്ടപരിഹാരം ആരെനിക്ക് തരിക? ഞാൻ ആരോടാ ചോദിക്കേണ്ടത്? പറയേ. മേലോട്ടും താഴോട്ടും വലിച്ചു വിടുന്ന ഈ കാറ്റ് നിന്നാ തീർന്ന് എല്ലാം. പിന്നെ എത്ര കൂട്ടാനും കിഴിച്ചാലും നഷ്ടം തന്നെ വരൂ. സാറില്ല, ഓല പൈസ തിരിച്ചു കൊടുത്തോളൂ അല്ലേ സെക്യൂറേ? കദീസ, ഈ ഓർക്ക് വക്കാലത്തും കൊണ്ടുവരണ്ട. പടച്ചോൻ ചിലത് തരും, ചിലത് എടുക്കും. അത് വിധിയ, അങ്ങനെ കരുതണം. അല്ലാതെ പിടിച്ചു പറക്കാൻ നിൽക്കരുത്. എന്താച്ചാ എടുക്കാനുള്ള എടുത്തിട്ട് ഇറങ്ങണം പെടുന്ന് ഈ വീട്ടിൽ. പഠിച്ചോനെ വേണ്ട. ബാപ്പ പറഞ്ഞതാ ശരി. ഒന്നിനും കൊള്ളാത്ത ഞങ്ങള് ഇവിടം വിട്ട് പോവുക. ബാപ്പ അങ്ങനെ പറഞ്ഞേനെ. നിങ്ങൾ പോവാൻ നിക്ക. വരി, അകത്തേക്ക് വരി. വാ ശുക്കൂറേ. സാരല്ലമ്മ, ഞങ്ങൾ കാരണം ഇനി പാപ്പാക്ക് ചീത്തേക്കേണ്ടി വരില്ല. വാസുക്കിറ ഇക്കൊക്കെ പോവല്ലേ? പാപ്പ ഒരു വിളിക്ക്. ഇനി നമ്മൾ എന്ത് ചെയ്യും? എന്തും ചെയ്യാം. ഈ ഭൂമി വിശാല, എങ്ങോട്ട് വേണമെങ്കിൽ പോവാ. വിശപ്പടക്കാനോ? ജോലി ചെയ്യണം. എന്ത് ജോലി? കണ്ടെത്തണം.
ഒരു വെള്ളം. സക്കീറെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ കേൾക്കൂ? നീ പറ, നോക്കട്ടെ. നമുക്ക് കുറച്ച് പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചാലോ? ചെയ്ത തെറ്റുകൾക്കൊക്കെ പടച്ചവനോട് മാപ്പ് പറയണം. എന്നിട്ട് ഒരു സിയാറത്തൊക്കെ കഴിഞ്ഞ് നമുക്കൊരു മാറ്റമൊക്കെ വരും. പിന്നെ എന്തെങ്കിലും ജോലിക്കൊക്കെ പോകാം. അതൊക്കെ കാണുമ്പോൾ ബാപ്പ നമ്മളെ വീട്ടിലേക്ക് വിളിക്കും, ഉറപ്പായിട്ടും വിളിക്കും. ബാപ്പ ഇനി നമ്മളെ വിളിക്കും തോന്നില്ല. എന്റെ മനസ്സ് പറയുന്നത് ബാപ്പ നമ്മളെ വിളിക്കുന്ന. ബാപ്പക്ക് നല്ല വിഷമമുണ്ട്. എടാ ഷുക്കൂറെ. എന്താടാ സക്കീറെ? നമുക്ക് അമറിനൊന്ന് പോയി കണ്ടാലോ? ശരിയാ, ബാപ്പാന്റെ പരാതിയും തീരും, നമുക്കൊരു മാറ്റവും വേണം. വേണ്ടടാ. അലിവിയേ, അലിവിയേ, ഇടോ അലിവിയേ. ആ എന്താ അബു? അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. കേറിയിരിക്കി. അല്ല, എന്താ ഈ നേരത്ത്? പറയാം, ഈ നേരത്തെ വന്നതിലും കാര്യമുണ്ട്. അല്ലാ, ഇവൻ ഇന്ന് രാവിലെ ഒരാവശ്യത്തിന് ചെമ്മാട് പോയിരുന്നു. അവിടെ വെച്ചൊരു ബസ്സിൽ നമ്മുടെ ഷക്കീറിനെയും ഷുക്കൂറിനെയും കണ്ടു. ഓരോ കാര്യം ഇനി കേക്കണ്ട. കേൾക്കണം. അവരെ കണ്ടത് ഏത് ബസ്സിലാണെന്നറിയോ? ഇവിടുന്ന് സിയാറത്തിന് പോയ വണ്ടിയിലാണ് അവരെ കണ്ടത്. സിയാറത്തിന് പോയ വണ്ടിയിൽ? ആ, ഓനാള് മാറിയതായിരിക്കുന്നു. ആള് മാറിയത് ഒന്നല്ലടോ അലിവിയെ. ഇവനെന്താ ഓരെ കണ്ട അറിയില്ലേ? അലിവിയാക്ക, അത് ഓലെന്നെ, എനിക്ക് ഉറപ്പാണ്. നോക്കണ്ട, വെറുതെ പറഞ്ഞിട്ട് ഇവനെന്താ കിട്ടാനുള്ളത്? അറിഞ്ഞപ്പോ കിടന്നുറങ്ങാൻ തോന്നിയില്ല. അതാ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് പോകുന്നത്. ഷക്കീറിനും ഷുക്കൂറിനും മാനസാന്തരം വന്നിരിക്കുന്നു. എന്റെ റബ്ബേ, എന്റെ മക്കൾക്ക് എന്താ പറ്റിയേ? ബേജാറാവാൻ ഒന്നുമില്ല. ഓരോ മനസ്സ് മാറിയെന്നാ പറഞ്ഞത്. ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് തേടി പോയതാണ് അവര്. ഏതായാലും സിയാറത്ത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമോ നോക്ക. എന്താ അലിവേ? എന്റെ പഠിച്ചോനെ, നന്നായി വന്നാ മതിയേനു. എന്നാ പിന്നെ ഞങ്ങള് പോവാണ്. പിന്നെ 2 ദിവസം കഴിഞ്ഞ് ചെക്കന്മാരിങ്ങോട്ട് വരുമ്പോ പിന്നെ ഇറക്കി വിടാൻ നിൽക്കണ്ട. ആൺകുട്ടികളുടെ മനസ്സാണ്, മാറാൻ അധികം താമസം ഉണ്ടാവില്ല. നന്നാവാനും ചീത്തയാവാനും. ഓല് വരൂ. ഈ ഉമ്മാനെ കാണാണ്ടിരിക്കാൻ ഓലിക്ക് പറ്റൂല. അലവിയാക്ക, പള്ളിയിലടി, പൊരിഞ്ഞടി, വരി നോക്കാം. ആകെ പ്രശ്നമായി. ഏതായാലും ഇനി പെടങ്ങാറാവുന്നത് കേൾപ്പിക്കാരെ പോലെ കണ്ടെന്നു. ഇത് ഇവിടെ കൊണ്ടും തീരില്ലട്ടോ. അൻവറിന്റെ തല പൊട്ടിക്കണ ഓലി വെറുതേക്കും തോന്നുന്നുണ്ടോ? നിങ്ങക്ക് 8 ആളാ അപ്പൊ ആശുപത്രിയിൽ. KP ഗ്രൂപ്പിന്റെ ആൾക്കാർ ഓലിപ്പം വെറുതേക്കും തോന്നുന്നുണ്ടോ? ഏതായാലും ഈ പള്ളി മിക്കവാറും പൂട്ടും. അൽവിയാക്ക, നിങ്ങൾ എന്തേലും അടി കാണാൻ വരാഞ്ഞേ? ആടെ നടന്നത് ശൈത്താന്റെ പണിയാ. അത് കണ്ടിട്ട് എന്ത് കിട്ടാനാ? എന്നാലും നമ്മളെ നാട്ടിലാകുമ്പോ എല്ലാ നാട്ടിലുണ്ടോ ഇതുപോലുള്ള ആൾക്കാര്? നമ്മളെ സെക്യൂറും തുക്കൂറും വന്നാണ്. എവിടെ എവിടെ? ഒരു ഓരയിലേക്ക് പോയിണ്. ഓലാകെ മാറിയാണ്. തല തൊപ്പിയും താടിയും. ഓ, ഇപ്പൊ കാണാൻ എന്ത് രസാറിയോ? രാജു, ഈ പറഞ്ഞ സത്യാണോ? സത്യം. നിങ്ങൾ പൊരയിലേക്ക് ഒന്ന് പോയി നോക്കി. പടച്ചോനെ. ഖദീസ, ഖദീസ. ഇക്കാക്കമാരാ ഓതന. ഉപ്പ കേട്ടില്ലേ? നിങ്ങളെ പരാതിയൊക്കെ ഇപ്പൊ തീർന്നല്ലോ. ഓല് നന്നായിക്കണ്. ഇക്കാക്ക, ഉപ്പ വന്നേനെ. വിളിക്കണ്ട, ഓല് ഓതിക്കോട്ടെ. ഇനി ഓതാലോ? വാ വാ. അസ്സലാമലൈക്കും. വലൈക്കുസ്സലാം. അൽഹംദുലില്ലാ. നിങ്ങളെ പറ്റി മോശമായി പറഞ്ഞോരൊക്കെ ഇനി തിരുത്തി പറയും.
അലവിയുടെ മക്കള് തെമ്മാടികളല്ലാന്ന്, നാടിനും വീടിനും ഗുണമുള്ളവരാണ് എന്ന് ഈ ഉപ്പ പറയിപ്പിക്കും. ഉപ്പയ്ക്ക് ഉറപ്പാ. ഓലിനി വേണ്ടാത്തതിനൊന്നും പോവൂല, അല്ലേ മക്കളെ? അല്ലാ. അല്ല, എനക്ക് ഈ ബൈസാൻ കാലത്ത് ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടേനോ? ഇപ്പൊ ഈ തോതിലായില്ലേ? തനിക്ക് അതൊക്കെ പറയാം. ഞാനേ ദീനിനെ കുറച്ച് കൂടുതൽ സ്നേഹിച്ചു പോയി. അപ്പോ ചിലപ്പോ ദീനിനെ തകർക്കാൻ നോക്കുന്ന ചെകുത്താന്മാരെ അടുത്തുന്നേ ഇങ്ങനെയൊക്കെ കിട്ടും. നിന്നെ പോലത്തെ ആൾക്കാരോട് തർക്കിച്ചിട്ട് കാര്യമില്ല. എന്തായാലും ഈ സൈക്കി. അലുവിയെ, ഈ കണ്ടോ, KP-ക്കാരെ മേധാവിത്വം ഈ മഹലിൽ വെച്ചേക്കില്ല, വെച്ച് പൊറപ്പിക്കൂല്ല. അതിന് ഓലും ഞമ്മളെ മഹലിൽ പെട്ടവരല്ലേ? രണ്ടു കൂട്ടരും നല്ലോണം മുന്നോട്ട് പോണതല്ലേ നമ്മടെ മഹലിന് നല്ലത്. അതിന് അവരുകൂടെ ചിന്തിക്കണ്ടേ? പള്ളി കമ്മിറ്റിയിൽ കൂടുതലും നമ്മളാൾക്കാരാ. അപ്പൊ ഞമ്മള് പറയുന്നത് അവർ കേൾക്കേണ്ടി വരും, അനുസരിക്കേണ്ടിയും വരും. അതാ കുഴപ്പം. ഇതുപോലുള്ള രീതിയാ പ്രശ്നം. ആഹാ. അല്ല, അപ്പൊ നീയും ആ ഗ്രൂപ്പിലേക്ക് പോയോ? ഞാൻ ഗ്രൂപ്പില്ലാതെ സ്വർഗം കിട്ടോ നോക്കട്ടെ. എന്തൊക്കെയാ ഷക്കീറേ? നല്ല വിശേഷക്കാ. ഈ സുന്ദരനോട് പറഞ്ഞാ മതി, ഓ എത്തിച്ചോളൂ. എന്നാ പോയിക്കോ. എന്നാ ശരി ബാപ്പ. അല്ല, ഇനി അവരെ കൊണ്ട് ഓരോ പെണ്ണ് കെട്ടിച്ചാലോ? ആ, അള്ളാന്റെ വിധി ഉണ്ടെങ്കിൽ ഓനും പെണ്ണിട്ടു. ഒരു പാക്ക് സിഗരറ്റ്. സിഗരറ്റ് ഇവിടെ ഇല്ല. സിഗരറ്റും ബീഡിയും ഞാൻ വിൽക്കാറില്ല. ഇവിടെ ചിലർ കാട്ടിത്തരും എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. എന്നാ പിന്നെ കണ്ടേച്ച് പോകാന്ന് വെച്ച് വന്നതാ. ഹാജിയാണ് പോലും. മക്കത്ത് പോയോണ്ടോ ഹാജിന്ന് വിളിച്ചോണ്ടോ ഹൃദയശുദ്ധി ആവൂല. അതിന് നല്ല മനസ്സൂടെ വേണം. നീയാണോടാ നല്ല മനുഷ്യൻ? ബാപ്പയ്ക്ക് എന്തെങ്കിലും പറ്റിയോ? ഓൻ ഏത് ഗ്രൂപ്പ് പെട്ടോനാണെങ്കിലും ഞങ്ങൾക്ക് ഒരുപോലെയാണ്. ബാപ്പാക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് പകരം വീട്ടിട്ട് ഞങ്ങൾ ഈ വീട്ടിലേക്ക് കയറും. പറ വാപ്പ, എന്താ പറ്റി? എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഇനി ഇതിന്റെ പേരിൽ നിങ്ങൾ പോയി വഴുക്കും വക്കാണ് ഉണ്ടാക്കണ്ട. എനിക്കൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ബാപ്പാനെ തല്ലിയിട്ട് ഞങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കേ? മക്കളെ, നിങ്ങൾ ചോദിക്കാൻ ചെന്നാ ഈ ചെറിയ പ്രശ്നം വലുതാവേ ഉള്ളൂ. ക്ഷമിക്കുന്നോന്റെ കൂടെ എപ്പോഴും അല്ലാഹു ഉണ്ടാവും. ബാപ്പ ഈ ദുനിയാവിൽ പകരത്തിന് പകരം ചെയ്യാതെ എല്ലാത്തിനും ഇങ്ങനെ ക്ഷമിച്ചു നിന്നാൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ കഴിയൂല. പിന്നെ തമ്മിൽ പകവീട്ടി തല തല്ലി ചാവണോ? മക്കളെ, ഈ ജീവിതം എന്ന യാത്രയിൽ ഇടയ്ക്ക് തെരുവോരത്ത് നിന്നും കുരയ്ക്കുന്ന കുറെ പട്ടികളെ കാണാം. എല്ലാറ്റിനെയും ഓടിക്കാൻ നിന്നാൽ നമ്മൾ ലക്ഷ്യത്തിലെത്തൂല. അതുകൊണ്ട് ചിലത് നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കണം. എന്നാലേ ജീവിത വിജയത്തിലെത്താൻ പറ്റൂ. ഓ, നല്ല പിള്ള സമയാവൂല്ലേ? എന്താ ഡീസന്റ്. എന്താ ചെവി കേൾക്കാതായോ? അതും പോയോ? ഫാത്തിമ, ഇങ്ങോട്ട് പോന്നാൾ ഓളെ സൂപ്പാക്കാണ്ടേ. ഇക്കാക്കാ, നിങ്ങൾ ഒന്ന് ദേഷ്യം പിടിപ്പിക്കോ? പാത്തോ പോത്തേന്നൊക്കെ വിളിച്ചിട്ട്. നിന്നെ ഇനി അങ്ങനെ വിളിക്കില്ല. നിന്റെ പേര് ഫാത്തിമ എന്നാ. ആരാന്നറിയോ ആ ഫാത്തിമ? മുത്ത് റസൂലിന്റെ പൂമകൾ ഫാത്തിമ, അഹ്ലുൽ ബൈത്തിലെ ആദ്യ പേരാം ഫാത്തിമ. അലിയാർ കിണയായി അല്ലാഹ് വിധിച്ചത് ഫാത്തിമ. അലിയാർ കിണയായി
അല്ല വിധിച്ചത് ഫാത്തിമ. ഹസൻ ഹുസന്റെ ഉമ്മയ ഫാത്തിമ. ഹസൻ ഹുസന്റെ ഉമ്മയ ഫാത്തിമ. മുത്ത് റസൂലിന്റെ പൂമകൾ ഫാത്തിമ. അഹ്ലുൽ ബൈത്തിലെ ആദ്യ പേരാ ഫാത്തിമ. പുഞ്ചിരി തൂകിടും പൂമങ്കയം ഫാത്തിമ. പുഞ്ചിരി തൂകിടും പൂമങ്കയം ഫാത്തിമ. പാരിലെ നാരിമാർക്ക് മാതൃക ഫാത്തിമ. ഹബീബിൻ തേനൊളി പുത്രിയ ഫാത്തിമ. കരളിൻ കഷ്ണമായി അരുളിയ ഫാത്തിമ. മുത്ത് റസൂലിന്റെ പൂമകൾ ഫാത്തിമ. അഹ്ലുൽ ബൈത്തിലെ ആദ്യ പേരാ ഫാത്തിമ. നന്മകളായിരം ഈ പെൺകൊടി ഫാത്തിമ. നന്മകളായിരം ഈ പെൺകൊടി ഫാത്തിമ. റസൂലിൻ കൺമണി നാരിയം ഫാത്തിമ. മാനവർക്കോർമ്മയിൽ എന്നും ഫാത്തിമ. മാനവർക്കോർമ്മയിൽ എന്നും ഫാത്തിമ. മുത്ത് റസൂലിന്റെ പൂമകൾ ഫാത്തിമ. അഹ്ലുൽ ബൈത്തിലെ ആദ്യ പേരാ ഫാത്തിമ. അലിയാർ കിണയായി അല്ല വിധിച്ചത് ഫാത്തിമ. അലിയാർ കിണയായി അല്ല വിധിച്ചത് ഫാത്തിമ. ഹസൻ ഹുസന്റെ ഉമ്മയ ഫാത്തിമ. ഹസൻ ഹുസന്റെ ഉമ്മയ ഫാത്തിമ. മുത്ത് റസൂലിന്റെ പൂമകൾ ഫാത്തിമ. അഹ്ലുൽ ബൈത്തിലെ ആദ്യ പേരാ ഫാത്തിമ. ആ ഇക്കാക്ക ഒരു വന്നിക്കണേ വരെ കേറിയിരുന്നോളെ. വേണ്ട, അവരോട് ഇറങ്ങാൻ പറ. ഇക്കാക്ക മക്കളെ നല്ലോണം നോക്കിക്കോളൂ, പിന്നെ ഇഷ്ടായില്ല എന്നൊന്നും പറയണ്ട. ഇപ്പത്തെ പെൺപിള്ളേർക്കൊക്കെ ചെക്കന്മാരെ പിടിക്കാത്ത അല്ലടി. ഓ എല്ലാരും ഒരുപോലെ അല്ല എന്റെ ഇക്കാക്ക. എടി ഞങ്ങളെ കാണാൻ എങ്ങനെയുണ്ട്? കൊഴപ്പില്ല, എന്നാലും എന്തൊക്കെയോ കൊഴപ്പുണ്ട്. പോടി പൊട്ടി. ഇവൾക്ക് അസൂയ. ഞങ്ങൾ പെണ്ണ് കെട്ടിയ ഇവളുടെ സ്ഥാനം പോകുന്നില്ല, പേടിയാ അല്ലമ്മ? അതൊന്നുമില്ല, മക്കൾ പോയിട്ട് വരും. അവിടെ പോ.
അലിവേക്ക കടടച്ചോളി. എന്താ മോനെ, പ്രശ്നം വല്ലതുണ്ടോ? ആ, അൻവർ മരിച്ചു. ഇതിന് മറുപടി കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ കഴിയൂല. ചോരക്ക് ചോര കൊണ്ട് തന്നെ മയ്യത്തിന് മയ്യത്തോട് തന്നെ എന്തേ. ജമാലെ, ഈ പള്ളിയിൽ നാളത്തെ കബറ് KP-ക്കാരിൽ ഒരാളായിരിക്കണം. ഇന്ന് രാത്രി തന്നെ അവരുടെ വീട് ആക്രമിക്കണം. ഒത്തു കിട്ടുന്നവരെ അങ്ങ് തീർത്തേക്കണം. അതാ വേണ്ടത്. ഞാൻ തയ്യാറായിട്ടാ വന്ന്. ഈ കത്ത് അതിനുള്ളതാ. വലൈക്കും സലാം. എന്താ ആരൊന്നും മിണ്ടാത്തേ? പകരം വീട്ടാനുള്ള ഒരുക്കത്തിലാണല്ലേ? എന്താ അനുവറെ തല്ലിക്കൊന്നിട്ട് നോക്കി നിൽക്കാനോ? ആര് പറഞ്ഞു നോക്കി നിൽക്കാൻ? നിയമപരമായി നീങ്ങണം. നിയമം? എന്ത് നിയമം? നിയമം മനുഷ്യന്മാരുണ്ടാക്കിയതാ. അത് തെറ്റിക്കുന്നത് നമ്മളൊക്കെ തന്നെയാ. അലിവിയെ, കുട്ടികള് അൻവറിനെ കൊന്നതിന് പകരം വീട്ടാനുള്ള ആവേശത്തിലാ. നീ അതില്ലാണ്ടാക്കണ്ട. കാരണം ഇന്ന് നമ്മൾ തോറ്റു കൊടുത്താൽ എന്നും തോൽവിയായിരിക്കും. തോൽവിയും ചെയ്യും. ആരോട് തോൽക്കണ്, ആരോട് ജയിക്കണ്? ഇനിയും നിങ്ങളും അവരും പകരം വേട്ടി കളിക്കുമ്പോ യതീമക്കളായ കുട്ടികളുണ്ടാവും. സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട് പട്ടിണിയാവുന്ന പെണ്ണുങ്ങളുണ്ടാവും. ഇന്ന് അൻവറാണ് മരിച്ചതെങ്കിൽ നാളെ നിങ്ങളിൽ ഒരാളായിക്കൂടെ? ഒന്ന് ഓർത്തു നോക്കിയാ. അലിവി, നീ പറയുന്നത്? ഒരു ആവേശത്തിന്റെ പുറത്തു പറ്റിയ അബദ്ധം. അതാ അൻവറിന്റെ മരണം. ഇനിയും പകരം വീട്ടി കളിക്കുമ്പോഴേ നശിക്കുന്നത് മാനവികതയാണ്, മനുഷ്യത്വമാണ്. മനുഷ്യന് പരസ്പരം ക്ഷമിക്കാൻ കഴിയണം. ക്രൂരന്മാരായ മനുഷ്യരോട് പോലും സൃഷ്ടാവായ അള്ളാഹു പൊറുക്കുന്നില്ലേ, ക്ഷമിക്കുന്നില്ലേ? പിന്നെ എന്താ നമുക്ക് ക്ഷമിച്ചാല്? നമുക്കും ക്ഷമിക്കാൻ കഴിയണം. പാർട്ടിയും സംഘടനകളും മനുഷ്യരുടെ നന്മയ്ക്കായിരിക്കണം, അല്ലാതെ പരസ്പരം ആക്രമിക്കാനാവരുത്. ശിക്ഷിക്കാൻ സൃഷ്ടാവനറിയാം. ജീവൻ കൊടുക്കാൻ കഴിയാത്തവന് ജീവൻ എടുക്കാനും അധികാരമില്ല. അലുവേ, ഒന്ന് നിന്ന്. നീ പറഞ്ഞത് ശരിയാ. എന്നാലും നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ? അബോ, ഇന്ന് എല്ലാരും ദൈവത്തിന്റെ പേരിൽ മരിക്കാൻ തയ്യാറാ. എന്നാ ദൈവം പറഞ്ഞ രീതിയിൽ ജീവിക്കുന്നുണ്ടോ? ഉണ്ടോ? എല്ലാരും ഒന്ന് ഓർത്തു നോക്കിയേ. അള്ളാന്റെ പേരിൽ മരിച്ച ഷഹീദിന്റെ കൂലി കിട്ടും. ശുക്കൂറൊന്ന് ആഞ്ഞു കൊത്തിക്കൂട്. എന്റെ ഈ തടിയൊന്ന് ഇളകിക്കോട്ടെ. ഓ, അന്റെ കൊറേ ഇളകിയ തടിയാണല്ലോ. ഇളകാത്ത തടി ഇളകുമ്പോ നല്ല സുഖം. ശരിയാണ്, വെറുതെ പുറത്തുനിന്ന് വല്ലാത്ത വേദന. ജോലിയുടെ ഇടയ്ക്ക് വർത്താനം പറഞ്ഞ അത് ക്ഷീണുണ്ടാക്കും. അത് നമ്മുടെ രാജുവിന്റെ ശബ്ദാണല്ലോ. അലവ്യാക്കേ, കവലയെ കുറച്ച് ആൾക്കാർ വന്നാണ് സെക്യൂറും തല്ലാൻ. എന്തിനാ ഓരിവരെ തല്ലുന്നത്? കുറച്ചു ദിവസം ഗ്രൗണ്ടിൽ നിന്ന് വരെ തല്ലിയോ? ആ ചെങ്ങായിന്റെ ആൾക്കാരാന്നാ തോന്നണേ. ഓന്റെ അമ്മാനും ടീമും വന്നിരിക്കണേ. വല്ല കാല് തല്ലെടുക്കുന്ന പറയണേ. ഓ, അങ്ങനെയാ? ബാപ്പ പറയും, ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? നിങ്ങളെ മെടുക്ക്. എന്നാ പിന്നെ നമുക്കിന്ന് ബദറാക്ക വാപ്പ. വാസിക്കറേ, നിന്നെ ഇതെല്ലാ സിനിമയിലുള്ള ലാസ്റ്റ് ഒരു സ്ലോ മോഷനിൽ പോക്ക്. വരാൻ നോക്കണം.